അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നജാത്ത് മീഡിയയുടെ മറ്റൊരു വിജ്ഞാന ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക മുസ്ലിമീങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ എടുത്തു നോക്കിയാൽ എത്രയോ പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ് മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹം കൊല ചെയ്യപ്പെടുന്നു. വർഗീയ കലാപങ്ങളിലൂടെ നിരപരാധികളായ പാവപ്പെട്ട കുറെ മുസ്ലിമീങ്ങൾ ജീവൻ അർപ്പിക്കപ്പെടേണ്ടി വരുന്നു. മുസ്ലിമീങ്ങളെ തെരഞ്ഞുപിടിച്ച് സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. മുസ്ലിമീങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കുന്നു. ഫുൾടോസറും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം വീടുകൾ മാത്രം തിരഞ്ഞെടുത്ത് നശിപ്പിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഇങ്ങനെ പലതും. ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പുറം രാഷ്ട്രങ്ങളിലും അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ്. ഫലസ്തീന്റെ അവസ്ഥ നാം എല്ലാം അറിയുന്നു. വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു അവർക്കെല്ലാം സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം നമ്മെക്കുറിച്ചൊരു വിചാരണ നടത്തൽ അത്യന്താപേക്ഷിതമാണ്. അവസാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പല സംസാരങ്ങളും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വീക്ഷണത്തിലൂടെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ വഹിയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തത് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഹദീസ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് കടക്കാം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിനൊരു കാലം വരാനുണ്ട്. യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാ, പണ്ഡിതന്മാരിൽ നിന്നും ഓടുന്ന കാലം, പണ്ഡിതന്മാരിൽ നിന്നും ഓടിയൊളിക്കുന്നൊരു കാലം എന്റെ സമുദായത്തിന് വരാനുണ്ടെന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർക്ക് ഒരു വിലയുമില്ലാതെ, പണ്ഡിതന്മാരെ അനുസരിക്കാതെ, പണ്ഡിതന്മാർ പറയുന്നത് വലിയ പ്രശ്നമാക്കിയെടുക്കുക, അത് ദീനിന്റെ നിയമമാണെന്ന് അറിഞ്ഞിട്ടും അത് ഒഴിവാക്കുന്ന രൂപത്തിൽ സമൂഹം മുന്നോട്ട് സഞ്ചരിക്കുക, അങ്ങനെ ഒരു കാലം എന്റെ സമുദായത്തിന് വരാനുണ്ട്. മതത്തിന്റെ നിയമങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ല. ആരെങ്കിലും പറയാൻ ആഗ്രഹിച്ചാൽ അവർ പറയുന്നതിനെ ഏതെങ്കിലും രൂപത്തിൽ തടയും. അങ്ങനെ പണ്ഡിതന്മാർക്ക് വാതുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ സമുദായം തരം താഴ്ന്നു പോകുന്നൊരു കാലം എന്റെ സമൂഹത്തിന് വരാനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സമയത്ത് ഫയബ്തലീഹിമുല്ലാഹു ബിസലാത്തി ബലിയാത്ത്, അല്ലാഹു തആല 3 പരീക്ഷണങ്ങൾ ആ സമൂഹത്തിന് നൽകും. അവ്വലുഹാ യർഫഉൽ ബറകത മിൻ കസ്ബിഹിം, ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവരുടെ സമ്പത്തിൽ നിന്നും അല്ലാഹു ബറക്കത്ത് എടുത്തു കളയും. എത്ര സമ്പാദിച്ചിട്ടും ഐശ്വര്യമുണ്ടാകുന്നില്ല, എത്ര സമ്പാദിച്ചിട്ടും കയ്യിൽ നിൽക്കുന്നില്ല, എത്ര ഭൗതിക ലോകത്തെ പലതും വെട്ടിപ്പിടിച്ചിട്ടും അതൊന്നും തങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സമൂഹം കൂപ്പുകുത്തും. കാരണം പണ്ഡിതന്മാരിൽ നിന്നും ഓടുന്ന, അവര് പറയുന്ന മതനിയമങ്ങൾ അനുസരിക്കാത്ത, അവര് പറയുന്ന നിർദ്ദേശങ്ങൾക്ക് പുല്ല് വില കൊടുക്കാത്തൊരു സാഹചര്യം സമുദായത്തിൽ വന്നു പോകുന്നതിന്റെ അടയാളമാണ്. അതിന്റെ കാരണത്താലാണ് മുത്തുനബി തുടരുന്നു, വസ്താനിയത്തു യുസല്ലിത്തുല്ലാഹു അലൈഹിം സുൽത്താൻ അല്ലാലിമ, രണ്ടാമത്തെ കാര്യം അല്ലാഹു തആല അവരിലേക്ക്, പണ്ഡിതന്മാരെ, ദീൻ അറിയുന്ന ആളുകളെ അനുസരിക്കാത്ത ജനങ്ങളിലേക്ക് അല്ലാഹു തആല ദുഷ്ടനായ അധികാരിയെ കൊണ്ടുവരും. നാം ചിന്തിക്കണം. ലോകത്തെ മുഴുവൻ ഭരണാധികാരികളെ കുറിച്ച് നാം ചിന്തിക്കണം. ലോകത്തുള്ള ഭരണാധികാരികളെ കുറിച്ച് നാം ഒന്ന് വിലയിരുത്തണം. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലും ഭരണാധികാരികൾ ക്രൂരമായ രൂപത്തിൽ പെരുമാറാനുള്ള ഒരു കാരണം നാം ചിന്തിക്കുമ്പോൾ നാം തന്നെയാണ് അതിന് കാരണം. നാം തന്നെയാണ് അതിന്റെ കാരണക്കാരായി മാറുന്നത്. എന്തുകൊണ്ടാണ് പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ? ഇതുപോലെ പണ്ഡിതന്മാരെ അംഗീകരിക്കാത്തതുകൊണ്ട് അല്ലേ? നമുക്കൊരു മാറ്റം വരുത്തണം. മൂന്നാമത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യഖ്റുജൂന മിനദ് ദുനിയാ ബിഗൈരി ഈമാൻ, ഈമാനില്ലാതെ ദുനിയാവിൽ നിന്ന് അവര് മരിച്ചു പോകുന്ന, ചത്തുപോകുന്ന അവസ്ഥ അവർക്ക് വരുമത്രേ. അതിന്റെ കാരണം പണ്ഡിതന്മാരെ അനുസരിക്കുന്നില്ല. തെറ്റുകൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്നു. ആണും പെണ്ണും കൂടിക്കലരുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് പറയുമ്പോൾ പഴഞ്ചം സംസ്കാരമായി മുസ്ലിം സമുദായം തന്നെ വിലയിരുത്തുന്നു. ഏതു പറഞ്ഞാലും, കല്യാണ വീടുകളിൽ കാട്ടിക്കൂട്ടുന്ന ആഭാസത്തരങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ നിയമമല്ല, അതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്ന മട്ടിലാണ് പലരും
പ്രവർത്തിക്കുന്നത്. ഈ ഒരു രൂപത്തിൽ തരം താഴ്ന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ശത്രുക്കൾ ഉപദ്രവിക്കുക, സമ്പത്തിൽ നിന്നും ബർക്കത്ത് നഷ്ടപ്പെടുക, അതുപോലെ ഈമാനില്ലാതെ മരിച്ചു പോവുക. ഈ 3 വലിയ പ്രതിസന്ധികൾ നാം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും നന്മ വരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇന്നത്തെ ഈ ഹദീസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.